നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ആദ്യനും അന്ത്യനുമായി മാറ്റമില്ലാത്തവനായി അഗ്നിജ്വാലയ്ക്കൊത്തണം കണ്ണുള്ളവനായിക്കൊണ്ട് നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളവനായി സ്തോത്രം ചെയ്യുന്നു. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായി നീ കർത്താവേ, നിന്റെ ആലയമായ ശരീരത്തിൽ കർത്താവ് ഞങ്ങളിലും ഞങ്ങളെ വ്യക്തിപരമായും കൂട്ടായ്മയെ വേണ്ടി കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ നീ ഉണ്ട്. ഞങ്ങളുടെ ഭാരങ്ങൾ അറിയുന്നവൻ, ഞങ്ങളുടെ വഴികളെ അറിയുന്നവൻ, ഞങ്ങളുടെ കുറവുകളെ തീർക്കുന്നവൻ. എമ്മാവൂസിലേക്ക് പോയി സഹോദരന്മാരോട് കൂടുതൽ നടന്ന് അവിടെ ബലഹീനതമേ കർത്താവ് അവരുടെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തി നീ ഞങ്ങളിൽ സംസാരിക്കുമാറാകണം. ഉയർത്തെഴുന്നേറ്റ് നിന്റെ പുനരുദ്ധാന ശക്തി ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ നിനക്ക് മനസ്സിലിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നേറുന്ന ഓരോ വ്യക്തികളെയും അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും പരിസരങ്ങളിൽ നിന്റെ പ്രാശ്ചിത്ത രക്തം ഏതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ കൂട്ടായ്മ നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് തന്നെ മുന്നേറാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചില ആഴ്ചകൾ എടുത്തുകൊണ്ട് തന്നെ ഈ സൗജന്യ നീതി, ക്രിസ്തുവേശുവിലുള്ള സൗജന്യ നീതി നമുക്ക് എങ്ങനെയാണ് കണക്കിടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ ഒരു സബ്ജക്റ്റായിരുന്നു ദൈവസഭയിൽ നിന്ന്, ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ നിന്ന്. ദൈവസഭ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് ആരാധനകളുള്ള എല്ലാ കൂട്ടായ്മയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു തലയായിരിക്കുന്ന ആലയം. അത് ഫിസിക്കൽ അല്ല, ഇന്ന് കാണത്തക്കവണ്ണം ടാൻജിബിൾ ആയിട്ടുള്ള ഒന്നല്ല. ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് ദൈവരാജ്യം സ്ഥാപിച്ച്. ഓരോരുത്തരുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. സ്തോത്രം. കാഹളനാദം കേൾക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ ഒന്നായി ചേരുന്നത്. അപ്പോഴാണ് ഇത് വെളിപ്പെട്ട് വരുന്നത്. അതുവരേക്കും ടാൻജിബിളല്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണത്തക്ക ഒന്നല്ല. എന്നാൽ അവിടെ ഇവിടെയായിട്ട് തൻ്റെ പണി പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാരെ കൂടെ പല രീതിയിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെങ്ങനെ ഈ ശബ്ദത്തെ റെസ്പോണ്ട് ചെയ്യുന്നു, ദൈവവചനത്തിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളെ നിങ്ങളുടെ പേഴ്സണൽ അവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ ക്രമപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾ ഓൾറെഡി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, കർത്താവെ നീ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അവനെ സ്തുതിപ്പാൻ, ഇതെല്ലാത്തിനും കാരണമായി തീരും. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ചില ആഴ്ചകൾ എടുത്തുകൊണ്ട് തന്നെ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങി 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം വരേക്കും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്തോത്രം, ക്രിസ്തുവിലെ വിശ്വാസം മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന സൗജന്യ നീതി എങ്ങനെ കണക്കിടുന്നു. വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, അത് നമ്മൾ ചിന്തിച്ചു. അത് പ്രവൃത്തിയിൽ കൂടെ സാക്ഷീകരിക്കണം. അതിൻ്റെ ആദ്യത്തെ അടയാളമാണ് ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് വിശ്വാസ സ്നാനമെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമായില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിലും നമ്മൾ വസിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ റോമാലേഖനം ഞാൻ ഇന്ന് ആരംഭത്തിൽ പറഞ്ഞിരുന്നു, 8-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിൻ്റെ മേൽ ഒത്തിരി ഉപദേശങ്ങളിലുള്ള മാറ്റങ്ങളും വാദവിവാദങ്ങളുണ്ട്. പക്ഷെ വളരെ ലളിതമായ വാക്യമാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ പലരും പറയും വീണ്ടുജനം പ്രാപിച്ച പിന്നെ പാപത്തിൻ്റെ പ്രമാണം നമ്മളിലില്ലെന്ന്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലെ വീണ്ടെടുപ്പേ നമുക്ക് ജസ്റ്റിഫിക്കേഷനിൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നുള്ളൂ. പിന്നെയും പാപപങ്കിലമായി വഷളായ ഒരു ദേഹി നമ്മളിലുണ്ട്. അതിൻ്റെ ഇച്ഛ നമ്മെ വീണ്ടും ക്യാപ്റ്റീവ് ആക്കുക എന്നുള്ളതാണ്, വീണ്ടും അടിമപ്പെടുത്തുക എന്നുള്ളതാണ്.
ഇതിനെ ഓവർകം ചെയ്യാനാണ് അത് അടുത്ത വാക്യം പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ആ ദിവ്യ ശരീരത്തിന്മേൽ ശിക്ഷ വിധിച്ചു. അടുത്ത വാക്യം പറഞ്ഞു, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ, ആരാ? വിശ്വസിക്കുന്നവൻ. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവരിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ തന്നെ. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ന്യായപ്രമാണത്തിലെ നീതി വെളിപ്പെടേണ്ടത്. ന്യായപ്രമാണത്തിലെ നീതി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ന്യായപ്രമാണത്തിലെ നീതി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിലെ നീതി. അപ്പോൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകണം എന്ന് പറഞ്ഞാൽ ഓരോ തോട്ട്സിലും ഓരോ പർപ്പസിലും ഓരോ ആക്ഷനിലും നാം വിളിച്ചു വരുത്തിയ ക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ട് ഒന്നായി ചേർന്ന് നടന്നാൽ മാത്രമേ ഈ സൗജന്യ നീതി ദൈവം കണക്കിടുകയുള്ളൂ എന്ന് വളരെ സ്പഷ്ടമായ ലാംഗ്വേജിൽ, പ്ലെയിൻ ലാംഗ്വേജിൽ എഴുതി തന്നിരിക്കുകയാണ്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റാൽ പുനരുദ്ധാന ശക്തിയായി, പുതിയ സൃഷ്ടിയായി നാം പിന്നെ പുനരുദ്ധാന ശക്തിയോടുകൂടെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നാം ജീവിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് പോൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനാലത്രേ. ഇതൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം വാസ്തവമാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു തിയറി ആയിട്ട്, നല്ല അന്ന് കർത്താവ് വീഞ്ഞിനെ വെള്ളത്തെ വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടുത്തിയപ്പോൾ കുടിച്ചവർ പറഞ്ഞു, ഇത്രയും നല്ല വീഞ്ഞ് ഇതുവരെ മറച്ചു വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന്, ഇത്ര നല്ല ഉപദേശം, കറക്റ്റാ, ഡോക്ടറേൻ കറക്റ്റാ, നല്ല വീഞ്ഞ്, പക്ഷെ എൻ്റെ പാത്രത്തിലേക്ക് വേണ്ട, നല്ലതാ. ഞാൻ പറയാൻ കാരണം അറിയാം, ഇന്ന് ദൈവസഭയിൽ നിന്നും പെന്തിക്കോസ്ത് ഗോളത്തിൽ നിന്നൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു. വലിയ കേമന്മാരായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ വായിന്ന് പോലും ഇത് പുറത്തു വരുന്നില്ല. പറഞ്ഞു പോവും. ഈ വാക്യം എല്ലാവരും വലിയ ബുക്കുകൾ എഴുതും, വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കും, വലിയ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കും. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മെ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകണമെന്ന് പറഞ്ഞാൽ ആ നീതി നമ്മൾ നിവർത്തിക്കപ്പെട്ട് കിട്ടണമെങ്കിൽ ക്രിസ്തുവിൽ സൗജന്യമായി ലഭിക്കുന്ന ഫ്രീ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നാം ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കണം. അപ്പൊ ജഡത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇതാണ് കുഞ്ഞ് നിന്റെ നാശത്തിന് കാരണമായി ഇതിന്റെ സ്വഭാവം. യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. നിനക്ക് ചേഞ്ച് ചെയ്യാൻ സ്വയമായിട്ട് സാധ്യമല്ല. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു സ്വീകരിച്ചു കൊള്ളുക. സ്വീകരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ടാൽ അവന് ഉടനെ ആ കാര്യത്തിൽ നാം സോൾവ് ആവും. പിന്നെ നമുക്ക് ആ സ്വഭാവം വരികയില്ല. വീടിനെ പ്രാപിച്ചവർക്കറിയാം, നിങ്ങളുടെ പഴയ സ്വഭാവം നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങളതനുസരിച്ച് അതിന് ടെംപ്ടേഷൻസ് ഉണ്ട്, പക്ഷേ നിങ്ങളത് ചെയ്യാൻ ഇച്ഛിക്കുന്നില്ല. നിങ്ങളതിന് വെറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ടു, നിങ്ങൾ ജഡത്തെ അനുസരിക്കുന്നില്ല. ഇതിൽ കണ്ടിന്യൂ ചെയ്താൽ ഈ ഭൂമി ജനിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ട്, അല്ലെങ്കിൽ ജനിക്കാതിരുന്ന് നല്ലതാന്ന് തോന്നും. സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ ആഴം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് തുടങ്ങാനുള്ള സബ്ജക്റ്റ്, ഇനി ഈ സബ്ജക്റ്റ് ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ നോളജാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന സബ്ജക്റ്റാണ് ഇന്ന് ക്ലാസ് എടുക്കേണ്ടത്. ഇത് കുറച്ച് ഹിസ്റ്ററി പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇന്നലെ വരെയും നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ നടന്ന ക്ലാസ് നമ്മുടെ പേഴ്സണൽ സാൽവേഷനെ സംബന്ധിക്കുന്നതാണ്. എങ്ങനെയാണ് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ നടപ്പിലാകുന്നത്? ഫ്രീ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കാം. എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ആകുന്നത് എന്ന് പലരോടും ചോദിച്ച, ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരെ ചോദിച്ചാൽ പല അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തിയറി സ്ഥാപിക്കും. തിയറി cannot save you, only Christ.
പെർഫെക്റ്റ് തിയറി സ്ഥാപിക്കാം. ബൈബിളിൽ നിന്ന് പെർഫെക്റ്റ് തിയറി സ്ഥാപിക്കാം. ഒരുത്തിനും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വചനങ്ങൾ കോട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് തിയറി സ്ഥാപിക്കാം. അതിന് മുറുകെ പിടിക്കും. പക്ഷേ ദാറ്റ് തിയറി കനോട്ട് സേവ് യു. ആ തിയറിയിൽ കൂടെ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി എൻ്റെ സോളിന് ഉയർത്തെഴുന്നേറ്റ് അവനെ ക്രിസ്തുവിൻ്റെ ഡീപ്പ് നെസസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അവനെ സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേരുകയാണെങ്കിൽ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടും. അതിനൊരു സമർപ്പണത്തിലേക്ക് കടന്നു വരിക. സ്തോത്രം. ഹല്ലേലൂയ. യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നവർക്ക് ഇതെന്തോ ഈ പറയുന്നതെന്ന് തോന്നും. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലായിരിക്കും തോന്നുന്നു. ഇനിയോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഡീൽ ചെയ്യുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്നാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള കുറച്ച് വാക്യങ്ങളൊന്ന് ആദ്യം വായിക്കാം. നാം നേരിട്ട് ബൈബിളിൽ നിന്ന് അങ്ങ് വായിക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ചോളൂ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 1 തുടങ്ങി ഒന്ന് വായിക്കാൻ പോവുകയാണ്. സ്തോത്രം. എന്നിട്ട് ഈ സബ്ജക്റ്റിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റും മോശയോട് ചേർന്നു. ഞാനിതിൻ്റെ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിങ്ങളുടെ വായിച്ച് കേൾപ്പിച്ച് തരായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ സ്നാനമേറ്റും മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി വൺ they themselves dedicated to Moses and to the law and to the covenant. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കവനന്റ്. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ഞങ്ങൾ ഓരോരുത്തരും സ്വമേധയാ മോശയ്ക്ക് ഞങ്ങളെ, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ മണി അടിമപ്പെടുത്താതെ പറയാം, മോശ എന്തു പറഞ്ഞാലും ചെയ്തു കൊള്ളാം. മോശ മുഖാന്തരം ദൈവം ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം. ഇതിനനുസരിച്ചാണല്ലോ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ അവർ മേലിൽ രക്തം തെളിച്ചുകൊണ്ട് കവനന്റ് സ്ഥാപിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നാം ഇതേ മീനിങ്ങിൽ തന്നെ ക്രിസ്തുവിനോട് ചേരുകയാണ്. ക്രിസ്തുവിനോട് ചേരുവ സ്നാനപ്പെട്ടിരിക്കുന്നവരായ നാം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ച് ബുദ്ധിമണ്ഡലത്തിൽ കയറ്റുമെന്നാണോ? മോശയെ അനുസരിക്കാതിരുന്നവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ തന്നെ എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്നൊരൊറ്റ വാക്യത്തിൽ തന്നെ ഈ പഴയ നിയമവും വിശ്വാസികളെ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആഴമായിട്ട് മനസ്സിലാകും. അടുത്ത വാക്യം, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ ആയിരുന്നു. ഇതും നമുക്ക് നിഴലാണ്. ഞാൻ ഇതിന്റെ വാക്യം കൺക്ലൂഷനിൽ വരുന്നുണ്ട്. സ്തോത്രം. അത് വായിച്ചിട്ട് ഇത് വായിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദൃഷ്ടാന്തമായിട്ട്, കാരണം ഇതുവരേക്കും, അതായത് ഇത് വേഴ്സ് 11 ആണ്. അപ്പൊ 1 to 10 വരേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അബ്രാഹാമിനെ വിളിക്കുന്ന സമയം തുടങ്ങി ഇന്നും ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതുമാകട്ടെ, ഇനി വരുവാനുള്ളതായിക്കോട്ടെ, ആന്റിക്രൈസ്റ്റിന്റെ ഭരണമായിക്കോട്ടെ, 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ടോട്ടൽ ഹ്യൂമാനിറ്റിയുമായിട്ടുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് ഈ മന്ദബുദ്ധികളായ, മന്ദബുദ്ധി എന്ന് വേർഡ് ഉപയോഗിക്കാൻ പറയും, ഇങ്ങോരെന്താ പറഞ്ഞിരിക്കുന്നത്, ഡിപ്രൈവ്ഡ് മെന്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ വിവേകം ഇരുണ്ടുപോയിരിക്കുന്ന മനുഷ്യനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി അബ്രാഹാം എന്നൊരു വ്യക്തിയെ ഫിസിക്കലായിട്ട് തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ഏറ്റവും പ്ലാൻ ആയിരിക്കുന്ന ചർച്ച്, നമ്മളായിരിക്കുന്ന വിശ്വാസ സമൂഹം, ബോഡി ഓഫ് ക്രൈസ്റ്റ് എത്ര വിലയേറിയതായിക്കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ആ ഒരു മനുഷ്യനിൽ കൂടെ ഒരു നേഷ്യനെ പോലെ എടുത്ത് അവിടെ അനുസരണക്കേടിന് നേരത്തെ കൽപ്പനകൾ കൊടുത്തു. ഇന്നതൊക്കെ സംഭവിക്കും, നിങ്ങൾ നേരെ നടന്നാൽ ഇങ്ങനെയായിരിക്കും, തെറ്റിക്കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും,
ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും, ചെയ്തില്ലെങ്കിലോ മരിക്കും. അതൊക്കെ അപ്രകാരം നടന്നു. എന്നിട്ട് പറയാണ് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടാം വാക്യം തുടങ്ങി വീണ്ടും വായിക്കാം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. ഇന്ന് പെന്തിക്കോസ്ത് ഗോളത്തിലെ എല്ലാവരും ഒരേ ആത്മീയ പാറയിൽ നിന്നാണോ കുടിക്കുന്നത്? പേര് ക്രിസ്തുവിന്റെ സ്പിരിറ്റോ? ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരിലെല്ലാം വ്യാപരിക്കുന്ന സ്പിരിറ്റ് ക്രിസ്തുവിന്റെ ആണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? എല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാൻ, മോശയോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, മന്ന. ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ആ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ഒരേ മന്ന തന്നെയായിരുന്നു. ഇസ്രായേൽ ഗോത്രത്തില്, യഹൂദ ഗോത്രത്തിന് ഒരു മന്ന, ദാന്റെ ഗോത്രത്തിന് വേറൊരു മന്ന. റൂബേൻ അല്പം വഴി തെറ്റിപ്പോയെന്നായിരുന്നു, അതുകൊണ്ട് അവന് വേറെ മന്ന അല്ല, ഒരേ മന്നയെ കൊടുത്തത്. ഇന്നിപ്പോ മന്ന ഭക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞ ചെകിട്ടത്തടി കിട്ടും. കഠിനവാക്യെന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്ത് ഓടിപ്പോയുള്ളൂ. ഇന്നത്തെ ആരെങ്കിലോടും ഉയർത്തേറ്റവനെ ക്രിസ്തുവിന് തന്നെ ഭക്ഷ്യ. ഞങ്ങളുടെ പോപ്പ് സ്വർഗത്തില് ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ ഇങ്ങനെ അപ്പമാണ് ഉയർത്തി മുറിക്കുമ്പോൾ വിളിച്ചു വരുത്താണ് കം ഡൗൺ. അധികാരമുണ്ട് ആ പോപ്പിന്. ആ പോപ്പിന്റെ അധികാരം പള്ളിയിൽ അച്ഛന്മാർക്കും കിട്ടിയിട്ടുണ്ടോ? അതിന് പറഞ്ഞതാണ് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞ വസ്തുമാറ്റം. ബേക്കറിയിൽ ഉണ്ടാക്കി അപ്പം ഉയർത്തുമ്പോൾ അതുമ്പോൾ സൂര്യബിംബത്തിന്റെ ഒരു അടയാളമുണ്ട്. സൂര്യന്റെ പിക്ചർ അപ്പം ഉയർത്തുമ്പോൾ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന തേജോമയനായ കർത്താവിന് വീണ്ടും ബലിയർപ്പിക്കാൻ ഏകയാകത്താൽ സകല സമാപ്തിയായെന്ന് പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ബലി. അങ്ങനെ അവര് തീരുമാനിക്കുന്നു. നീ പെന്തിക്കോസ്ത് കോളത്തിലാ, അത് കർത്തൃമേശയാന്ന് പറയും. അല്ല, നിന്റെ ജഡത്തിന്റെ ഫിൽത്തി നിനക്ക് മനസ്സിലാക്കി തന്ന് നീ അതിനെ ചീഞ്ഞളിതിന് ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിന്നെ ആത്മീയമായി വളർത്തിയെടുക്കാൻ, ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ, പുത്രനോട് അനുരൂപരാക്കി തീർക്കുവാൻ തക്ക വേണം ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ നിന്റെ ട്രയൽസ് സ്വീകരിക്കുന്നതാണ് മന്ന ഭക്ഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ. ഇത് കഠിന വാക്കുന്നല്ല പറയാ. ചെള്ളയ്ക്ക് ഒരു അടി കൂടെ തന്നിട്ട് പറയും ഇപ്പോൾ തന്നെ പണി നോക്കി എന്ന് പറയും. ഞാൻ പല ദേവദാസന്മാരോട് പോലും സംസാരിച്ചു നോക്കി, അടി കിട്ടാത്തത് ഭാഗ്യം. സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു മന്ന ഭക്ഷിക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ മോശപ്പച്ചനൊക്കെ ഞങ്ങൾക്ക് മരുഭൂമി മന്ന തന്ന കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ കഥ വലുതും കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അതിലാ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരാ പറയാൻ? ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. നിന്റെ കയ്യിൽ വല്ലതുകൊണ്ട് അടയാളം കാണിക്കുക. പറയ, നിന്റെ കയ്യിൽ വല്ലതുകൊണ്ട് അടയാളം കാണിക്കുക. നീ പഠിപ്പിക്കുന്നേ ഉള്ളോ? നിന്റെ കയ്യിൽ വല്ല അടയാളം ഉണ്ടോ കാണിക്കാനായിട്ട്? അതോ പറഞ്ഞു ആ മന്നത്തിനൊരൊക്കെ മരിച്ചുപോയി, ഇത് എനിക്ക് ഒരാളും ഭരിക്കുകയില്ല. അത കർത്താവ് ഞങ്ങൾക്ക് തരണമേ. പറഞ്ഞു. അപ്പൊ മനുഷ്യപുത്രന്റെ മാംസത്തിന്റെ അതേ അവന്റെ രക്തം കുടിക്കാതെ ഇത് പകണ്ണ, ഇത് ജാതിയാണ്, ഇത് ദൈവത്തിന് നിന്റെ മാംസം തിന്നുകയോ? ഇത് പണ്ട് നോഗയുടെ കാലത്തുള്ള പരിപാടികളൊക്കെയാ. കഠിനമാക്കെന്ന് പറഞ്ഞു പോയി. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെള്ളക്ക് 2 അടിയും കൂടിയും കിട്ടും. അപ്പൊ അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഇന്ന് IPCക്ക് ഒരു ആത്മീയ പാനീയം, അതിനെ തന്നെ പല ഗ്രൂപ്പുണ്ട്. ചർച്ച് ഓഫ് ഗോഡിന് വേറെ ആത്മീയ പാനീയം, ഹൈന്ദവ മതത്തിൽ നിന്ന് വന്നവർക്ക് വേറെ ആത്മീയ പാനീയം, അച്ചായന്മാരുടെ കൂട്ടായ്മ നിന്ന് വന്നവർക്ക് വേറെ പാരമ്പര്യം, പാരമ്പര്യ പെന്തക്കോസ്ത് ജനിച്ചവർക്ക് വേറെ പാരമ്പര്യം. ഇപ്പൊ വേറെ ഒന്ന് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, ന്യൂ ജനറേഷൻ പെന്തക്കോസ്ത്. അവർക്ക് സൂപ്പർ നാച്ചുറൽ പാനീയമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ സംഭവിക്കും എന്ന് നേരത്തെ കൂട്ടി പഠിപ്പിക്കാൻ വേണ്ടിയാ ഈ ഇസ്രായേലിനെ വിളിച്ചു വേർതിരിച്ചത്. ആർക്കാ? അവര് കരുതിയിട്ടല്ല, നമ്മെ കരുതിയിട്ട്. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് റോമാലേഖനം 9-10 അധ്യായം വായിച്ചാൽ മാത്രമേ ഇന്ന് വേൾഡിൽ നടക്കുന്നുള്ള ഈ ആന്റിസെമിറ്റിസത്തിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഹിന്റ് തന്നല്ലോ. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായതിന്റെ ഓപ്പോസിറ്റ് ആണ് സാമാന്യമായത്, ഹോളി ആൻഡ് കോമൺ. ഈ കോമൺ ആയതിൽ നിന്നും ഹോളി ആയതിനെ, വിശുദ്ധമായതിനെ വേർതിരിക്കുന്ന പരിപാടിയാണ് സാങ്ക്ടിഫിക്കേഷൻ. അത് സ്നാനപ്പെട്ടതിന് ശേഷം നടക്കുന്ന പരിപാടിയാണ്.
അപ്പൊ നിന്റെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ്, ഏത് സ്പിരിറ്റാണ് നിന്റെ മേൽ ഡൊമൈൻ ചെയ്യുന്നതെന്ന് ഇതിനൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആന്റിസെമിറ്റിസം, അതായത് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടും ജൂസിനെതിരായിട്ട് ഇപ്പൊ ഗ്യാസിൽ നടക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വളരെ സോഷ്യൽ മീഡിയ സമ്മർദ്ദം നടക്കുന്നത്. എവിടെ? ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ തലപ്പവന്മാരെ പോലും വിഴുകി കളഞ്ഞിരിക്കുക. യുണൈറ്റഡ് നേഷനെ മൊത്തത്തോടെ വിഴുകിയിരിക്കുക. പിന്നെ ആരാ ലോകം ഭരിക്കുന്നത്? ഇത്രമാത്രം സംഭവങ്ങൾ നടന്നിട്ടും യഹൂദനുള്ള പക മാറിയിട്ടില്ല. ഇത് വിശ്വാസികൾ എന്ന പേരുള്ള പേരിലും കുറേശ്ശധികം കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ നിനക്ക് മനസ്സിലാകും ഈ യഹൂദൻ ആരാണെന്ന്. ഇതിനിടയ്ക്ക് വലിയ ട്രിക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഒരു റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറഞ്ഞ ഒരു പരിപാടി. അവരനുസരിക്കാതിരുന്നത് കൊണ്ട് അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇപ്പൊ ചർച്ചാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനൊക്കെ ഇനി നിങ്ങൾ 9-ാം അധ്യായത്തോടെ നമ്മളൊന്ന് വെറുതെ വായിച്ചു പോവുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാ അവര് ഹൃദയക്കാടിനും വരുത്തിയിരിക്കുന്നത്. ദൂരസ്ഥരായ നമ്മൾ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാതിരുന്ന, ലോകത്തിൽ ദൈവമില്ലാതിരുന്ന മൂഢജാതികളായി നമുക്ക് കരുണയാൽ കൃപയാൽ അതിന്റെ അടുത്തേക്കൊന്ന് വരുവാൻ തക്കവണ്ണം അല്പകാലത്തേക്ക് വേണ്ടി അവർക്കൊരു ഹൃദയ കാഠിന്യം വരുത്തി വെച്ചിരിക്കുക നിന്നെ ഓർത്തുകൊണ്ട്. അപ്പൊ നീ ആന്റിസെമിസത്തിന്റെ സോഷ്യൽ മീഡിയ ന്യൂസൊക്കെ കേട്ടിട്ട് ഇസ്രായേലിനെതിരായിട്ടൊക്കെ സംസാരിക്കുക. പോകുന്നതറിയാമോ? നിന്റെ സോള്. ദൈവവചനത്തിന് മാറ്റമില്ല. ഇസ്രായേലിനെ കുറിച്ച് ദൈവം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നടക്കും. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാൽ ഒഴിഞ്ഞു പോകുകയില്ല. പക്ഷേ നിന്റെ സോളിനകത്ത് അത്തരം ചിന്തകൾ കടന്നു വന്ന് നിന്റെ രക്ഷ, നിന്റെ സോള് കണ്ടം ചെയ്ത് നരകത്തിൽ പോകാനിടയായി തീരും. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ചെന്ന് മനസ്സിലാക്കാനാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ ഞാനിപ്പോ വായിക്കുന്നത്. ആ പറ ക്രിസ്തു ആയിരുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് താഴെ പറയുന്നത്? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിൽ തന്നെ. മരുഭൂമിയിൽ കൂടിയാണ് പോകേണ്ടത്. വഴിയിൽ മന്നയുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ഒരു മുടക്കം കൂടാതെ രാവിലെ മന്ന കിട്ടും. സന്ധ്യ ആകുമ്പോ കാടപ്പക്ഷികള്, ഏറ്റവും രുചികരമായ ആഹാരമാണ് കാടപ്പക്ഷി. അധ്വാനിക്കൊന്നും വേണ്ട, താഴെ പിടിച്ചെടുക്കാവുന്ന രീതി താഴെ പറന്നു വന്ന് നിൽക്കും. ഇഷ്ടംപോലെ പറക്കിയെടുക്കാം. മന്നയ്ക്ക് അളവ് വെച്ചോളൂ. സ്തോത്രം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നീ നിസ്സാരമായ മന്ന ഇത് തിന്നങ്ങ് മടുത്തു. ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി അനുഭവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് അവര് കത്തോലിക്കരുടെ അപ്പം എടുത്ത് നുറുക്കിയിട്ട് കിട്ടുന്ന വിറപ്പിച്ചുകൊണ്ട് അതങ്ങ് നുറുക്കി കഴിയുമ്പോൾ ബലിയായി. അവർക്കൊരു കുഴപ്പമില്ല. അവർ അന്യഭാഷയുണ്ട്, അവിടെ പ്രവചനമുണ്ട്, പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നവർ കഷ്ടത, രോഗം, പട്ടിണി. നിന്റെ അകത്തിരിക്കുന്ന കുപ്പ നിനക്ക് വെളിപ്പെടുത്തി തരാനാ നിന്നെ കട്ടതിൽ കൂടെ നടത്താൻ, നിന്നെ കട്ടപ്പെടുത്തി ഉപദ്രവിക്കാനല്ല. നിന്റെ ചീഞ്ഞളിഞ്ഞ കുപ്പ, നായയുടെ സ്വഭാവം, പന്നിയുടെ സ്വഭാവം അകത്തിരിക്കുന്നത് വെളിപ്പെടുത്തിയതാ ഇന്ന് വലിച്ചെറിഞ്ഞ് കളയാനാ നിന്നെ കട്ടതിലേക്ക് വിടുന്നത്, അല്ലാണ്ട് നിന്നെ ഉപദ്രവിക്കാനല്ല. അപ്പൊ അവരെ പോലെ ദുർമോഹികള്. മോവാബിന്റെ സംഭവത്തെ അറിയാലോ. ബിലിയാമിനെ വിളിച്ചിട്ട് ബിലിയാമിന് 4 കോടി നോക്കി ഒരു കുറവും കാണുന്നില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം. അയ്യോ, അവര് നേടേണ്ടയോ? അടുത്തുള്ള മൊവാബിന് നേടേണ്ടയോ? ഫെലിസ്തീന് നേടേണ്ടയോ? അപ്പൊ അതിരിച്ചിരി ഉശേരുള്ള യുവാക്കള് ബിലിയാമൻ നോക്കിയിട്ട് കാര്യം നടന്നില്ല. പക്ഷെ പോകുന്ന സമയത്ത് ചെറിയൊരു പടിയെ വെച്ചിട്ട് പോയി. അതാ ബിലിയാമിന്റെ ഉപദേശം എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഇല്ല, യവനക്കാരെ ഒന്ന് നിങ്ങളൊന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ മൊവാബി കന്യകളുമായിട്ടൊന്ന് അടുപ്പ് കഴിഞ്ഞാൽ അവരെ ദേവനടുത്തേക്ക് അവനൊക്കെ കൊണ്ടുപോയി ബാക്കി കാര്യം ദൈവം ചെയ്തോളും. എന്ത് സംഭവിച്ചെന്നറിയാ? അവയെ ശാസിച്ചമർത്താതിരുന്ന മൂപ്പന്മാരെ മോശയോട് പറഞ്ഞു എല്ലാത്തിനും പിടിച്ചു കെട്ടി
സന്ധ്യ വരേക്ക് മരത്തിന്മേൽ തൂക്കിയിടാൻ പറഞ്ഞു. ബിലിയാമിന്റെ ഉപദേശം കേട്ടുകൊണ്ട് ഈ യൗവനക്കാരെ കെട്ടഴിച്ചു വിട്ടു. അയലക്കങ്ങളിലുള്ള മോവാബ്യരുമായിട്ട് ഒന്ന് പരസംഗം ചെയ്യാൻ പോയിട്ട് അവളുകാരന്മാർ തങ്ങളുടെ ശരീര ഭംഗി കൊണ്ട് മറ്റു കൊണ്ട് ആകർഷിച്ച് കൊണ്ടുപോയി എവിടേക്കെന്നറിയാമോ? അവളാന്മാരെ ദേവന്മാരുടെ അടുത്തേക്ക്. ശലോമോന് സംഭവിച്ചതല്ലയോ? അതാ പറഞ്ഞത്, ദുർമോഹികളാകാതിരിക്കേണ്ടതിന് 24,000 പേരന്ന് പോയത്. അതിൽ ഇച്ചിരി ഉശിരുള്ള ഒരു ഫിനെഹാസ് ഉണ്ടായിരുന്നു. അവൻ എഴുന്നിട്ടില്ലെങ്കിൽ 32 ലക്ഷവും പോകുമായിരുന്നേ. സ്തോത്രം. ഇങ്ങനെ ഉപദേശത്തിൽ നിന്ന് മാറ്റി ചുറ്റുപാടുള്ള മോഹങ്ങളിലേക്ക് മോഹിപ്പിക്കുന്ന ഈ സീനിയർ ഡിഗ്രി റവറന്റ് 2-3 ഡോക്ടറേറ്റ് ഉള്ളവരൊക്കെ എവിടെ കിടക്കുന്നറിയോ? കെട്ടി തൂക്കിയിട്ടിരിക്കുക. ന്യായവിധി ദിവസത്തിൽ അറിയാം ഇവന്മാരുടെ അവസ്ഥ എന്താണെന്ന്. ഈ ഞെരുങ്ങുന്ന ഉപദേശം കേട്ട് ഞങ്ങൾ മടുത്തു. എന്നും ശാസന മാത്രമേ ഉള്ളൂ. അവിടെ നോക്കി അവിടെ ഒരു കുഴപ്പമില്ല, അവർ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലയോ? ഇവിടെയാണ് ഈ രോഗം, കട്ടുന്ന വേദന, ഇങ്ങനെയുള്ള മാറുന്നുമില്ല. നിന്റെ സ്വഭാവം മാറാനാ, അത് മനസ്സിലാക്കുന്നില്ല. നിനക്ക് എന്താ വെളിപ്പെട്ട് കിട്ടുന്നത്? കർത്താവ് ഇതിൽ കൂടെ എന്താ എന്നെ പഠിപ്പിക്കുന്നത്? എന്റെ സ്വഭാവങ്ങൾ ചിലർ മാറാത്തുണ്ടല്ലോ, അതങ്ങ് മാറ്റിയ പ്രശ്നം തീർന്നു. സ്തോത്രം. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇതെന്ന് പറയണ്ടില്ല. ചർച്ചകളകത്ത് ഇതായി. നമ്മൾ അടുത്ത് പഠിക്കും. 12-ാം അധ്യായം തുടങ്ങി പഠിക്കും എന്താ സംഭവിക്കുന്നതെന്ന്. സ്തോത്രം. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചില പരസംഗം ചെയ്ത് ഒരു ദിവസത്തെ 23,000 പേര് 23,000 പേര് വീട് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരെ ചില പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവര് ചില പിറുപിറുത്ത് സംഹാരിയെ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. എന്തെങ്കിലും ഒരു കഷ്ടത വന്ന് അതുകൊണ്ടാകാം, ഇതുകൊണ്ടാകാം, അങ്ങനെയാകാം, ഇങ്ങനെയാകാം. കർത്താവേ സ്തോത്രം, നിന്നെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടി കർത്താവ് കഷ്ടത എനിക്ക് തന്നിരിക്കുക. സ്തോത്രം. ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ എന്നൊക്കെ ഭക്തന്മാര് പണ്ട് കാലത്ത് പാടിയിരുന്നു. സ്തോത്രം. അവർക്ക് വിവരമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുമായിരുന്നു. ഇപ്പൊ പറയുന്നത് ശാപമാണ്. സ്തോത്രം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനുമായിട്ട് എഴുത്തിയിരിക്കുന്നു. അപ്പോൾ അബ്രാഹാമിനെ വിളിക്കുന്നത് തുടങ്ങി ഇനി 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം വരേക്ക്, ഇങ്ങനെ നമ്മൾ അവിടെ വരെയും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചുള്ള കർത്താവിന്റെ കാകർന്നാന്ന് കേൾക്കുന്നവരെയും എടുത്താൽ മതി. സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും ദൈവത്തിനും മനുഷ്യനെ കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ, തന്റെ ശരീരമാവുന്ന അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു കൂട്ടം ജനത്തെ, ഈ വീട് പോയ ആദാമിന്റെ സന്തതിയിൽ നിന്ന് തന്നെ പോലെ വിശുദ്ധര ഒരു ജനത്തെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയുള്ള എറ്റേണൽ പ്ലാൻ നമുക്കൊന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഫിസിക്കലായിട്ട് കാണത്തക്കവണ്ണം അവരനുഭവിക്കേണ്ടി വന്നു. അവരങ്ങനെ ദൈവം അനുവദിച്ചു. എന്നിട്ട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തി അതാത് കാലങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാകാത്തക്കവണ്ണം ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് വഴി പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ. ഇതെല്ലാമായിട്ടും പറയുന്നത് എന്താ? ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണ്ട, ഞാൻ നിന്നേക്കാളും വിശുദ്ധനാ. ഇനി നിങ്ങൾക്ക് ഏകദേശം റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 11 വരെ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകും എന്താ ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന്. അതിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം വായിക്കുന്നുള്ളൂ. റോമൻസ് ചാപ്റ്റർ 9 ഒരു പ്രധാനപ്പെട്ട വാക്യം ഒന്ന് വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. 5-ാം വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 5.
പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ഇസ്രായേൽ എന്താണെന്ന് പറഞ്ഞിട്ട് പറയാണ്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നതേക്ക് വാഴ്ത്തപ്പെട്ടവൻ. ക്രിസ്തുവും എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? ദ അനോയിന്റഡ് വൺ. ഡിവൈൻ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയിരിക്കുന്നവൻ. എന്താ? ഈ ആദാമിന്റെ തലമുറയിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമായിട്ടുള്ള പ്രായശ്ചിത്വം നടത്തി ഡിവൈൻ ജസ്റ്റിസിന് തൃപ്തി വരുമാറ് ഒരു പ്രായശ്ചിത്തം പകരക്കാരനായിട്ട് അവരുടെ മേലുള്ള ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് സ്വമേധ അവർക്ക് പകരമായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ആ ഡിവൈൻ ഗവൺമെന്റ് അവരുടെ മേൽ വിധിച്ചിരിക്കുന്ന നിത്യമായ മരണം എന്ന ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യാവുന്നതൊക്കെ വേണം. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി അവരെ വീണ്ടെടുക്കാൻ, തിരുഗതത്തിന്റെ പ്രസാദപ്രകാരം അവരെ വീണ്ടെടുക്കാൻ ആവശ്യമായി കാര്യം ചെയ്ത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ അവന്റെ അടുത്ത് വന്നിട്ട് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം അവരെ തന്നെ പോലെ ആക്കിയെടുക്കണം. താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ അവരെ വിശുദ്ധരാക്കിയെടുക്കുന്ന ഈ പ്രവർത്തിക്ക് പറയുന്ന പേരാണ് ക്രിസ്തു, ക്രിസ്റ്റോസ്. അപ്പൊ ഇതും ആരിൽ നിന്നാ വന്നേ? യഹൂദനിൽ നിന്നാ വന്നേ. എന്നാൽ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ജാതീയ കഷ്ടങ്ങളിൽ കൂടി അടിമത്തിൽ കൂടി ഉപദ്രവങ്ങളിൽ കൂടി ഒക്കോസ് അവർ തെറ്റുവരും. കാര്യം എന്നറിയോ? നിന്നെയും, ഈ ഇസ്രായേലിന്റെ സ്വഭാവമാണ് നിന്റെ സ്വഭാവം. ക്രിസ്തുവിനെ കൂടാതെയുള്ള നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അറിയാം നീ ആരാണെന്ന്. ക്രിസ്തുവിനെ കൂടാതെയുള്ള നിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. അപ്പൊ നിനക്കതൊന്ന് മനസ്സിലാക്കി തന്ന് അങ്ങനെയൊക്കെ പോയാൽ നിന്റെ സോളിന് എന്ത് സംഭവിക്കും എന്ന് പഠിപ്പിച്ചു തരാനാ. എന്നിട്ട് അവര് ഇതിനൊക്കെ നിനക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത ക്രിസ്തുവും അവരിൽ നിന്നാ വന്നത്. അപ്പൊ നിന്റെ ആന്റി സെമിറ്റിസം, ഇസ്രായേലിന് എതിരായ തോട്ട്സ് വരുന്നോ ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ ചിന്തിക്കാൻ ഞാൻ ഏത് സ്പിരിറ്റിലാണ് അടിമപ്പെട്ടിരിക്കുന്നതെന്ന്. ഇത് എൻ്റെ ബുദ്ധി പറഞ്ഞാൽ ഞാൻ പ്ലെയിൻ ലാംഗ്വേജ് പറഞ്ഞോളൂ, ഹിസ്റ്ററിക്ക് ഞാൻ പോയിട്ടില്ല. ദൈവം മാറ്റമില്ലാത്ത വചനം തന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് 11th ചാപ്റ്ററിലേക്ക് ഒന്ന് പെട്ടെന്ന് വരാം. കുറച്ചധികം വായിക്കാം. ഞാൻ ഒരു ഒറ്റ എപ്പിസോഡ് മാത്രമേ ഇതിൽ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ അവസാന കൺക്ലൂഷന്റെ മേത്തേക്ക് ഞാൻ വരികയാണ്. 28ാം വാക്യം തുടങ്ങി വായിക്കാം. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ റീപ്ലേസ്മെന്റ് തിയറി വന്നിരിക്കുന്നത്. അവര് മശിഹായെ ക്രൂശിച്ചു. വാസ്തവത്തില് ജൂസാണോ മശിഹായെ ക്രൂശിച്ചത്, അല്ലെങ്കിൽ അന്ന് ഭരണത്തിലിരുന്ന റോമൻ ഗവൺമെന്റ് ആണോ ക്രൂശിച്ചത്? അധികാരന്മാരുടെ കയ്യില. മരണശിക്ഷ വിധിക്കാനേ മഹാപുരോഹിതന്മാർക്ക് അധികാരമുള്ളായിരുന്നു. മരണശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ റോമൻ ഗവൺമെന്റിന്റെ ഗവർണർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഉത്തരവാദി ഫൈനൽ ആരാണ്? സ്തോത്രം. പീലാത്തോസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഹിസ്റ്ററി വായിച്ചു നോക്കിയാൽ സാധിക്കും. ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചെന്ന് ഈ ആന്റിസെമിറ്റിസം പരത്തുന്നവർക്കൊന്ന് വായിച്ചു നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അപ്പൊ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ഇത് മറക്കണ്ട. പിതാക്കന്മാർ നിമിത്തം ഇവരുടെ പ്രവൃത്തി കൊണ്ടല്ല, ഇവർക്ക് ദോഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ മാത്രമല്ല, ഏതൊരു മനുഷ്യനും ക്രിസ്തുവിനെ കൂടാതെ പോള് പറയുന്നല്ലോ, എന്നിൽ എന്ന് വെച്ചാൽ എന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല. വല്ലതും ഉണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അതിക്കും ഒരു വാക്യം ഉണ്ടായിരുന്നു, അതൊന്ന് നോക്കട്ടെ. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ, അപ്പൊ അവർ പൊടിച്ച് കളഞ്ഞതല്ല. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി.
അവർക്ക് കൊടുത്തിരുന്ന പ്രമാണങ്ങളിൽ അവർ വിശ്വസിച്ച് നിലനിന്നെങ്കിൽ അവർ ഒടിഞ്ഞു പോകില്ലായിരുന്നു. അപ്പൊ ദൈവം അവർ ഒടിച്ചു കളഞ്ഞതല്ല, അവരിൽ അവിശ്വാസം കടന്നു വന്നപ്പോൾ ഒടിഞ്ഞു പോയതാ. ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. നമ്മുടെ രക്ഷ നടക്കുന്നത് കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. കൃപ മേളിൽ നിന്ന് കിട്ടുന്നതാണ്. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടതാണ്. ദൈവത്തിന്റെ ശക്തിയിലും ജ്ഞാനത്തിലും ഗുഡ്നെസ്സിലും പൂർണ്ണ കോൺഫിഡൻസോടുള്ള ആശ്രയം. ഇത് എപ്പോഴാണ് മനസ്സിലാകുന്നറിയാമോ? ടെംപ്ടേഷന്റെ മുമ്പിൽ നിന്റെ ആശ്രയം എവിടെയാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് പ്രാക്ടിക്കലായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ? ഞാനിൽ ആരിൽ ആശ്രയിക്കുന്നത്? സ്തോത്രം. അപ്പോൾ അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയതാണ്, വിശ്വാസത്താൽ നിലനിൽക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെ കൂടെ ഒട്ടിക്കും. ഇത് നടക്കാൻ പോകുന്നത് ആന്റി ക്രൈസ്റ്റിന്റെ 3.5 വർഷത്തിന്റെ അവസാന സമയത്താണ്. അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. അന്ന് ദൈവം അവരെ പൂർണ്ണമായി രക്ഷിക്കും. ഇപ്പോൾ കൃപായുഗ കാലത്ത് അവർക്ക് നമുക്ക് എല്ലാവർക്കും ഒരേ പ്രമാണം തന്നെയുള്ളൂ, സുവിശേഷത്താലുള്ള രക്ഷ. പക്ഷെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ന്യായപ്രമാണമാണ് വരുന്നത്. അവിടെ വലിയ കൂട്ടങ്ങൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. 144,000 പേര്, വലിയൊരു സമൂഹം. അവർക്ക് പിന്നെയുണ്ട്. പക്ഷേ ദൂരസ്ഥരായിരുന്ന, ക്രിസ്തുവിന്റെ ന്യായമായിട്ടോ ന്യായപ്രമാണമായിട്ടോ ദൈവത്തിന്റെ നീതിയുമായിട്ടോ യാതൊരു ബന്ധമില്ലാതിരുന്ന നമുക്കിത് കൃപയാൽ കിട്ടുന്നത് ചെറിയൊരു ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞു പോയി. അവർ ആ അവിശ്വാസത്തെ തുടരാതെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് കുത്തിവെങ്കിലേക്ക് നോക്കുന്ന മൂമെന്റില് ദൈവം അവരെ വീണ്ടും ഒട്ടിക്കും. പക്ഷേ ജാതിയിൽ നിന്ന് വന്നവരായി നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. അങ്ങനെ കൊണ്ടൊന്ന് പഠിപ്പിക്കുന്നവർ വേണ്ടത്ര പേരുണ്ട്. അതൊക്കെ വെറും ബോഷത്തരമാ. കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ളൂ കൃപായുഗം. അത് പിന്നെ കൃപയല്ല, പിന്നെ ന്യായാസനമാണ്. ന്യായാസനം. ഹല്ലേലൂയ. അപ്പോൾ ഈ അബ്രാഹാമിന്റെ വിളി തുടങ്ങി, ഞാൻ വീണ്ടും പറഞ്ഞ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം വരേക്ക് നടക്കുന്ന ഓരോ സംഭവവും ചർച്ച് ഓഫ് ക്രൈസ്റ്റിനെ സംബന്ധിച്ചോ നമ്മെ സംബന്ധിച്ചോളം കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ കണക്കൂട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ മേളിരുന്ന് കാണും. ഓരോ സംഭവങ്ങളും നമുക്ക് ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയാ. ഇത്രയും ഈ ഒരു ജാതിയെ കഷ്ടപ്പെടുത്തി ചിന്തിച്ചു നോക്കാൻ പോലും പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? ഇത്രയും മോഡേൺ ആയ കാലത്ത് അമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കയ്യിൽ പിടിച്ചെടുത്ത് ആ അമ്മയുടെ മുമ്പിൽ തന്നെ മൈക്രോവേവ് ഓവണിനകത്ത് ചുട്ടുകരിക്കുക. വിശ്വാസികൾ പറയും, നിങ്ങൾ യഹൂദന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് ആന്റിസെമിറ്റിസം. യഹൂദന്മാരെ ഇടയ്ക്ക് പറയാൻ വേണ്ടി ആ യഹൂദന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. തെളിവുണ്ടോ? പറഞ്ഞു കേട്ടു. ആരാ പറയാൻ പ്രവർത്തിക്കുന്ന അറിയാമോ? നിന്റെ രക്ഷയ്ക്കേണ്ടി ഇതായിട്ട് പ്രവർത്തിക്കുന്ന സൈത്താൻ. ഈ കാലഘട്ടത്തില് തൂമ്പ കൊണ്ട് ഒരുത്തന്റെ കഴുത്തറുത്ത് മുറിച്ചെടുക്കുക. കൊച്ചു കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടല്ലോ, അലവേഴ്സിനെയും ക്രിസ്ത്യൻസിനെയും സിറിയയില് കൂട്ടത്തോടെ കത്തിക്കുക. ആരുമില്ല, ഒരു യുഎനും ഇല്ല, മിണ്ടാനില്ല. ഇസ്രായേൽ സംഭവിച്ചപ്പോൾ എന്തെല്ലാം, അമേരിക്കയിൽ എന്തെല്ലാം പ്രയോഗമായിരുന്നു, UK എന്താ പ്രശ്നമാണ്, ജർമ്മനിയില്, യൂറോപ്യൻ കൺട്രികൾ എന്തോ കൊമ്പ, ഇപ്പൊരുത്തിനും കൊമ്പ് പൊങ്ങുന്നില്ലല്ലോ. ഏകദേശം 4000 പേർക്ക് ഒരു 2-3 ദിവസം മുമ്പ് 4000 പേര് വരെ ക്രൂവലായിട്ട് കൊന്നു കളഞ്ഞു. ഒരു യുണൈറ്റഡ് നാഷനും ശബ്ദമില്ല, ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ശബ്ദമില്ല, ഹ്യൂമൻ റൈറ്റ്സിന് ശബ്ദമില്ല, ആരും നാവനങ്ങുന്നില്ല. ഈ നോക്കിയപ്പോൾ അടുത്ത ഇസ്രായേലിന്റെ സംഭവങ്ങൾ വരുമ്പോൾ നോക്കിയോളൂ പൊങ്ങുന്നത്. ഇതൊക്കെയും ബുദ്ധിയുപദേശത്തിനാ. നിന്റെ ബുദ്ധിയുപദേശം നിന്നെ ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കി പുത്രനോട് അനുരൂപരാക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന്. ഇത്രയും വെളിച്ചം അവരിൽ കൂടെ കാണിച്ചു തന്നിട്ടും നിന്റെ ബുദ്ധി തുറക്കുന്നില്ലെങ്കിൽ, നിന്റെ കണ്ണടഞ്ഞിരിക്കുന്നെങ്കിൽ, മനുഷ്യ നിനക്ക് സംഭവിക്കാൻ പോകുന്ന എത്ര വലിയ ന്യായവിധി ആയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്,
താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് അവർ ഒരു ദിവസം കൽപ്പിച്ചു വെച്ചിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം നീതിയിൽ ന്യായം വിധിക്കുവാൻ, നിനക്ക് ലഭിച്ച വെളിച്ചത്തിന് അനുസൃതമായി കൊണ്ട് ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ. ഹാബേലിന്റെ സമയത്ത് ഒരു അല്പം വെളിച്ചം കിട്ടിയുള്ളൂ, അപ്പൻ തെറ്റു ചെന്ന് ശിക്ഷ കിട്ടി. കായിന്റെ വിഷയം വന്നപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി. ശേത്തിന്റെ സമയത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നോഹയുടെ കാലം വന്നപ്പോഴേക്കും 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് ആകെ 8 ശേഷിച്ചുള്ളൂ. അതിന്ന് ഒരു പാഠം കിട്ടി. പിന്നീട് അബ്രാമിന്റെ കാലഘട്ടം വന്നപ്പോഴേക്കും ജലപ്രളയമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന ഹാമും ജാഫേത്തും പിന്തിരിഞ്ഞു പോയി, പണ്ടത്തെ വിഗ്രഹാരാധനയിലേക്ക് പോയി. ദൈവത്തിൻ്റെതായ ഗവൺമെന്റ് സ്ഥാപിച്ചു, ഹ്യൂമൻ ഗവൺമെന്റ്. പക്ഷെ ശേത്തിന്റെ തലമുറ നോഹ പഠിപ്പിച്ച പോലെ നടന്നു. അതിന്റെ അബ്രാഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത്. അബ്രാമിന്റെ വഴിയും തുറന്നുള്ള ഓരോ വഴികളും നിനക്ക് വെളിച്ചത്തിന്റെ മേൽ അനേകായിരക്കണക്കിന് വെളിച്ചം കിട്ടി. ആ ഹാബേലിന്റെ വിധിയും അവരോട് കമ്പയർ ചെയ്തിട്ട് നിന്റെ വിധിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, നീതിയിൽ ന്യായം വിധിക്കുന്നവൻ നിന്റെ മേൽ വെക്കാൻ പോകുന്ന വാളിന്റെ മൂർച്ച എത്രയായിരിക്കും? ഇതാ ഇസ്രായേൽ എന്ന് പറയുന്നത്. നിനക്ക് വെളിച്ചത്തിന് നിന്റെ ബുദ്ധി ഒന്ന് പ്രകാശിപ്പിക്കുക, നിന്നെ കെട്ടുപോയിരിക്കുന്ന വിവേകത്തെ ഒന്ന് ഉണർത്താൻ ക്യുക്കം ചെയ്യാന്ന് പറയും. ഇത് വല്ല വിധേനയും നിന്നെ വെളിച്ചം തന്നുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനാ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്ര മൂർച്ചേറിയ വാക്കുകൾ സംസാരിക്കുന്നത്. വല്ല വിധേനയെ രക്ഷിക്കാമെന്ന് കണ്ടിട്ട്. ഇപ്പൊ ഇനി നിങ്ങൾ റോമാലേഖനം 9-ാം അധ്യായം തുടങ്ങി 11-ാം അധ്യായം അവസാനം വരെ വായിച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എന്താണെന്ന് നിങ്ങളിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിൽ നടത്തിയിരിക്കുന്ന വിധങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇസ്രായേലിനെതിരായിട്ട് ഒന്നും വാക്ക് പോലും സംസാരിക്കാൻ പറ്റില്ല. അവസാനം എന്താ വരാൻ പോകുന്ന അറിയാമോ? ഇപ്പൊ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രാജാക്കന്മാരൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ എൻ്റെ ദേശത്തെ വിഭാഗിക്കുന്നവരെ ഞാൻ എവിടെ കൂട്ടി വരുന്ന പറഞ്ഞിരിക്കുന്ന അറിയാമോ? ജോഗോഷാബ് താഴ്വരയിൽ കൊണ്ടുവരും, ആന്റിക്രൈസ്റ്റിനെ വിധിക്കുന്ന സമയത്ത് കൊണ്ടുവരും. ഇന്നും വിശ്വാസികൾക്ക് അതല്ല നല്ലത്. 2 സ്റ്റേറ്റ് സൊല്യൂഷനാ, സമാധാനമാണല്ലോ. ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റമില്ല. അവൻ അബ്രാഹാമിനോട് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്നു, റിവർ ടു സീ, തരുമെന്നല്ല തന്നിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അത് നടക്കും. ഇപ്പോഴല്ല, ഇനിയിപ്പോൾ നടക്കാമെന്ന് അറിയാമോ? ശലോമോന്റെ കാലത്ത് കുറച്ചൊക്കെ പിടിച്ചെടുത്തു. 1000 ആണ്ട് വാഴ്ചയുടെ വിഭാഗിക്കൽ സെക്കൻഡ് പർവ്വന്റെ പുസ്തകം 40-ാം അധ്യായം തുടങ്ങി അങ്ങൊരു 46-ാം അധ്യായം വരെ വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവിടെ പൂർണ്ണമായിട്ട് ഗോത്രങ്ങൾക്ക് വിഭാഗിക്കുന്ന ചരിത്രം കൊടുത്തിട്ടുണ്ട്. അത് അന്ന് പ്രസ്താവിക്കപ്പെടും. അതിനിടയ്ക്ക് ഇപ്പോൾ ഉള്ള ഇസ്രായേലിൽ 2ആയിട്ട് വിഭാഗിക്കാൻ നോക്കുന്നുണ്ടല്ലോ, വേൾഡ് ലീഡേഴ്സൊക്കെ കൂടെ. ഇവന്മാരെല്ലാം കൂടെ കൂട്ടി വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തും വിശ്വാസിയുടെ ഹൃദയത്തിലും അതിനോട് അനുകൂലപ്പെടുന്നുണ്ടെങ്കിൽ നീയും അതിനകത്ത് തന്നെ ചെന്ന് പെടും. കാഹളം കേൾക്കും, വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ എടുക്കപ്പെടും. നിന്റെ ഹൃദയത്തിൽ ആൻറ്റിസെമിറ്റിസം ഉണ്ടോ, നീയും ഇവിടെ എത്തിപ്പെടും. ആരുടെ മക്കളായെന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത്. കർത്താവേ കർത്താവേ നീ സ്ട്രീറ്റിൽ പ്രസംഗിക്കും ഞങ്ങൾ കേട്ടല്ലോ. ഞങ്ങൾ അവിടെ എത്തോ, അത് അയ്യോ കർത്താവേ നീ പ്രസംഗിക്കും ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾ കണ്ടല്ലോ. അപ്പം നിന്റെ വെളിച്ചം കൂടുതൽ കിട്ടി. നീ നിന്റെ നാവ് കൊണ്ട് തന്നെ നിനക്ക് ന്യായം വിധിക്കും. പക്ഷെ നീ എന്താ അനുസരിക്കാതിരുന്നേ? ഉത്തരവില്ല. എന്തുകൊണ്ട് അനുസരിക്കാതിരുന്നേ? എന്തായിരുന്നു നിന്റെ തോട്ട്? ഇതൊക്കെ നിന്റെ മെമ്മറിയിൽ ഇപ്പോൾ റെക്കോർഡാവുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡാവുന്നുണ്ട്. സ്തോത്രം. ഈ റോമാലേഖനം വായിക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷന് ഞാൻ തന്നുള്ളൂ. കാരണം ഇതിനേക്കാളും വലിയ സീരിയസ് ആയ വിഷയമാണ് നമുക്ക് 12-ാം അധ്യായം തുടങ്ങി ദൈവം കൃപത്തിൽ നാളെ തുടങ്ങി ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമെടുത്ത് ഈ റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളൊന്ന് വായിക്കുക. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് വിഭജനങ്ങളെ നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വലിയ സ്നേഹത്തോടു കൂടിയാണ് ഇടപെടുന്നത്.
ഹൃദയത്തിലിരിക്കുന്ന ഇരുട്ടിൻ്റെ ചിന്തകൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞ്, ലോർഡ് അറിയാതെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, സംസാരിച്ചു പോയി. ലോർഡ് പ്ലീസ് ഫോർഗിവ് മീ, വാഷ് മീ. അവൻ്റെ രക്തമാണ് നമ്മുടെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നത്. ആ ശേപ്രവചനം 1:18 പറയുന്നല്ലോ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുക, രക്താംബരം പോലെ അതൊരു പഞ്ഞി പോലെ ആക്കി തീർക്കുക. ജസ്റ്റ് കമോൺ, ദൈവത്തിൻ്റെ അടുത്ത് വിളിക്കാൻ റീസൺ. കമോൺ, ലെറ്റ് us റീസൺ. ബാ, നീ നിൻ്റെ ഹൃദയം ഒന്ന് തുറക്കുക. കമോൺ, നിന്നെ ശിക്ഷിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ നല്ല കുഞ്ഞായിട്ട് എൻ്റെ കരങ്ങളിൽ വെച്ച് നിന്നെ എന്നെ പോലെ ആക്കി തീർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നഷ്ടമില്ല, നേടുവാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടത് എന്താ? ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. നിനക്ക് എന്ത് വേണമോ? ജ്ഞാനം വേണോ? വിദ്യാഭ്യാസം വേണോ? ആരോഗ്യം വേണോ? നിൻ്റെ ഭൗതിക ജീവിതം വേണോ? എന്ത് വേണോ? ഐ ആം ദെയർ. ഐ ആം യുവർ ഫാദർ. ഞാൻ നിൻ്റെ സൃഷ്ടിതാവാണ്. നിന്നെ രക്ഷിക്കുവാനും നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവന്. പക്ഷേ നീ നരകത്തിൽ പോയ സ്ഥാനത്ത് നിനക്ക് പകരം ഞാൻ പാതാളത്തിൽ പോയി വെന്തിരിഞ്ഞ് നിന്നെ നേടുവാൻ നിനക്ക് പാരക്കാരനായി തീർന്ന സ്നേഹമാണ് നിന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയത്തിൽ ഇരുട്ടുണ്ടെങ്കിലൊക്കെ മാറിപ്പോകട്ടെ. ലോർഡ് ഫോർഗിവ് മീ ആൻഡ് വാഷ് മീ ബൈ യുവർ പ്രീഷ്യസ് ബ്ലഡ് എന്നൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയാം. അവൻ്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. കർത്താവ് വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമാദേവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഒരു കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്നവർ ഈ വചനം വായിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള നിൻ്റെ പ്ലാൻ എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി യാചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും അനുഭവിക്കാൻ പോകുന്നതുമായ കഷ്ടതകൾ എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ, ഒരു അനുതാപത്തോടുകൂടി മാനസാന്തരത്തോടുകൂടി ഹൃദയത്തിൽ നിൻ്റെ രക്തം തെളിക്കപ്പെട്ടവരായി നിൻ്റെ അവകാശമായി തരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ ഞങ്ങൾ വീണ്ടും അനുഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തോട് വക്രമായി ഇടപെട്ട് ഭൂമണ്ഡലത്തിൽ നീക്കിക്കളയുമെന്ന് എനിക്കെതിരായി കൊണ്ട് കൂടിയിരിക്കുന്ന ജാതികളുടെ മേൽ നിൻ്റെ ആലോചന നിവർത്തിക്കുകയും നിൻ്റെ ജനത്തെ കാത്താട്ടെ. ഞാൻ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.